ഹായ് ഗീക്സ്, വെൽക്കം ടു ജിഷ്ണു ഗീക്സ്. ഇന്ന് നമ്മുടെ ഡോക്ടർ ക്രാഷ് കോഴ്സിൻ്റെ ഡേ 5 സെക്ഷനാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് എന്താണ് ഡോക്കർ കമ്പോസ്, എന്താണ് ഡോക്കർ കമ്പോസ് യാമൽ ഫയലിൻ്റെ സ്ട്രക്ചർ, എന്തിനാണ് നമ്മൾ ഡോക്കർ കമ്പോസ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഒരു ഡോക്കർ കമ്പോസ് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഓൺ പ്രോജക്റ്റിൽ, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന കുറച്ച് കമാൻഡ്സും കാര്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനാണ് ഈ ഡോക്കർ കമ്പോസ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഈ ഡോക്കർ കമ്പോസ് എന്ന് അറിയണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഡോക്കർ കമ്പോസ്? നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഡയഗ്രാം കാണുന്നുണ്ടാവും. ഇപ്പോൾ നോർമലി നമ്മൾ ഇതുവരെയുള്ള സെഷനിൽ നമ്മൾ ചെയ്തത് സിംഗിൾ ആയിട്ട് ഇപ്പോൾ നോഡ് ജെഎസിന്റെ ബാക്ക് എൻഡ് ആണെങ്കിൽ അതിനൊരു കണ്ടെയ്നർ ഉണ്ടാക്കും, അത് റൺ ചെയ്യും. അതേപോലെ ഇപ്പോൾ ഫ്രണ്ട് എൻഡ് ആണെങ്കിൽ അതിനൊരു കണ്ടെയ്നർ ഉണ്ടാക്കും, അതിനൊരു ഇമേജ് ബിൽഡ് ചെയ്യും, പിന്നെ ഒരു കണ്ടെയ്നർ ആയിട്ട് റൺ ചെയ്യും. ഓക്കെ, സോ നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ആപ്പാണ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ സോ അതിന് ഫ്രണ്ട് എൻഡ് ഉണ്ടാവും, ബാക്ക് എൻഡ് ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ കണ്ടെയ്നർ ഉണ്ടാക്കി റൺ ചെയ്യുന്നതൊക്കെ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. സോ അതിനൊരു സിംപ്ലിഫൈ ആയിട്ട് ഇത് രണ്ടിനും കൂടി കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ട് ഇത് രണ്ടും ഒരുമിച്ച് റൺ ചെയ്യാനും കുറച്ചും കൂടി സിംപ്ലിഫൈ ആയിട്ടാണ് ഈ ഒരു ഡോക്കർ കമ്പോസ് എന്നുള്ള ഒരു ഫയൽ യൂസ് ചെയ്യുന്നത്, ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഡോക്കർ കമ്പോസ് ഈസ് എ ടൂൾ ദാറ്റ് ഹെൽപ്സ് യു ടു റൺ മൾട്ടി കണ്ടെയ്നർ ഡോക്കർ ആപ്ലിക്കേഷൻ യൂസിങ് എ സിംഗിൾ യാമൽ ഫയൽ. ഓക്കെ, ഈ ഒരു സിംഗിൾ യാമൽ ഫയൽ യൂസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് റൺ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ ഇനി ഇതെങ്ങനെ നമ്മളെ കോഡിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഹയർബൈ.in. കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ടാവും, സംഭവമൊന്നുമില്ല, നമ്മുടെ തന്നെ വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് IT ജോബ്സ് കാണാൻ പറ്റും ഹയർബൈയിൽ. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട് അപ്ലൈ ചെയ്തോ, എന്തായാലും ഷുവറായിട്ടും ജോലി കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇന്ന് നമ്മൾ കോഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ഡേ 4 ചെയ്ത സെയിം പ്രോജക്റ്റ് തന്നെ നമ്മളൊന്ന് റീയൂസ് ചെയ്യുകയാണ്. സോ ഡേ 4 കാണാത്തവരാണെങ്കിൽ പ്ലീസ് അത് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വരുക. സോ ജസ്റ്റ് ഞാൻ ഡേ 4ൻ്റെ പ്രൊജക്റ്റ് ഓൺ ആക്കി വെക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏതെങ്കിലും പ്രോസസ്സ് റണ്ണിങ്ങിലുണ്ടോ നോക്കാം. ഇല്ല, 3000ൽ ഒന്നും ആക്റ്റീവ് ഇല്ല. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു യാമൽ ഫയൽ, ഡോക്കർ കമ്പോസിൻ്റെ ഒരു യാമൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ കുറച്ച് കമാൻഡ്സും കാര്യങ്ങളും എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കാം ഈ ഒരു സെക്ഷനിൽ. സോ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ ഇവിടെ വരിക, ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക, ഡോക്കർ കമ്പോസ് .yml. ഓക്കെ, കറക്റ്റായിട്ട് അടിക്കണം. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു യാമൽ ഫയലിൻ്റെ ഒരു വിൻഡോ വരും. ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എങ്ങനെ കോഡ് ചെയ്യാൻ നോക്കാം. സോ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് തന്നെ എല്ലാ യാമൽ ഫയൽ നമ്മൾ ചെയ്യേണ്ടത് വേർഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. സോ വേർഷൻ ലേറ്റസ്റ്റ് 3.8 ആണ്. ഇതെനിക്ക് കിട്ടിയത് വെബ്സൈറ്റിൽ നിന്നാണ്. ഓക്കെ, സോ അവരുടെ ഡോക്കർ ഹബിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേർഷൻ കിട്ടും. വേർഷൻ അടിച്ചിട്ട് ഒരു ഹൈഫണ് പിന്നെ ഒരു സ്പേസ് ഇട്ട ശേഷം മാത്രം ഈ ഒരു കമാൻഡ് എഴുതുക, എന്നാൽ മാത്രമേ കറക്റ്റ് കിട്ടൂ. എന്നാൽ ഈ ഒരു ബ്ലൂ ലൈറ്റ് വെക്കണം. ഓക്കെ, സോ അതിന് ശേഷം ഒരു സ്പേസ് ഇടുക. ഇത് ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് വേണ്ട ഒരു ഫയലാണിത്. സോ അടുത്ത് എപ്പോഴും എഴുതേണ്ട സംഭവമാണ് സർവീസസ്. ഓക്കെ ഓക്കെ ഇത് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു പ്രൊജക്റ്റിൽ ഇപ്പോൾ ഫ്രണ്ടിനും ബാക്ക് എൻഡും ഉണ്ടെങ്കിൽ അതൊക്കെ ഡിഫൈൻ ചെയ്തത് ഇതിൻ്റെ അണ്ടറിലായിരിക്കും. ഓക്കെ, ഇത് രണ്ടും അമർത്തിയിട്ട് രണ്ട് സ്പേസ് അടിക്കുക. ഓക്കെ ഓക്കെ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് ബാക്ക് എൻഡ് അല്ലേ, ബാക്ക് എൻഡ്. ഇത് കണ്ടെയ്നർ നെയിമാണ് നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇതിടുക, ഹൈഫൺ ഇടുക. ഓക്കെ, സോ ഈ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പേരാണ്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ ബാക്ക് എൻഡ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ബാക്ക് എൻഡ് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ എഴുതി കഴിഞ്ഞിട്ട് താഴെ ഫ്രണ്ട് അത് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് മനസ്സിലാക്കി വേണ്ടിയിട്ട് പറഞ്ഞതാണ്. സർവീസിൻ്റെ താഴെ ബാക്ക് എൻഡ് കൊടുത്തു, അതിന് താഴെ ഒരു സ്പേസ് ഇട്ടിട്ട് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഐഡൻറ്റിഫിക്കേഷൻ ഈ ഒരു സെൻറ്ററിലേക്ക് വെക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ബിൽഡ് എന്നുള്ളൊരു കമാൻഡ് ഉണ്ട്. സോ ഇതെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ്. ഇത് എവിടെ നിന്ന് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ട് കൊടുക്കുക, അതായത് കറണ്ട് ഡയറക്ടറിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോട്ട് കൊടുക്കുന്നത്. സോ ഈ ബിൽഡ് കമാൻഡ് റൺ ചെയ്യുമ്പോൾ ഡോക്കർ ഫയലിലേക്ക് പോയിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ കമാൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ, ഡൗട്ട് അടിക്കണ്ട. അതിനുശേഷം നമ്മൾ ജസ്റ്റ് പോർട്സ് കൊടുക്കുക. പോർട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എൻ്റർ അമർത്തുക, ഒരു സ്പേസ് ഇടുക, ഒരു വര ഇടുക, ഹൈഫൺ ഇടുക, പിന്നെ ഒരു സ്പേസ് ഇടുക, പിന്നെ പ്രൊജക്റ്റിൻ്റെ പോർട്ട്, പിന്നെ നമ്മുടെ ആപ്പിൻ്റെ പോർട്ട്, കണ്ടെയ്നറിൻ്റെ പോർട്ട്. ഓക്കെ, ഈ ഒരു
വേല് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ സിമ്പിൾ സാധനം YAML ഫയൽ. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു കോഡ്, ഒരു YAML ഫയൽ എഴുതേണ്ടത്. ഇതിൽ വെർഷൻ എല്ലാ സമയത്തും ഇത് തന്നെ ആയിരിക്കും, സർവീസസും എല്ലാ സമയത്തും ഇത് തന്നെ കൊടുക്കണം. ഇവിടെ വരുന്ന ഈ ഒരു പേര് നമുക്ക് ഫ്രണ്ട് എൻഡോ ബാക്ക് എൻഡോ Node.js എന്താണെന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെ പേര് കൊടുക്കുക. പിന്നെ ഈ ഒരു ബിൽഡ്, ഈ ഒരു പോർട്സ്, ഇതൊക്കെ എന്തായാലും ഇങ്ങനെ തന്നെ കൊടുക്കണം. ഓക്കെ, സോ ബിൽഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട്ലി ഫോൾഡറിന് എടുത്ത് ബിൽഡ് ചെയ്യും. പോർട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഹോസ്റ്റ് മെഷീൻ്റെ, അതായത് പ്രൊജക്റ്റിൻ്റെ പോർട്ടും, പിന്നെ ഇത് നമ്മുടെ ഡോക്ടർ കണ്ടെയ്നർ ഏത് റണ്ണിലാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ള ഒരു പോർട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കമാൻഡാണ്. ഓക്കെ, സോ ഡോക്കർ കമ്പോസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമാൻഡ് ഉണ്ട്, ഡോക്കർ കമ്പോസ് അപ്പ്. ഓക്കെ, ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ടെയ്നർ റൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഈ ഡോക്കർ കമ്പോസ് അപ്പ് എന്നുള്ള സംഭവം വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇതിപ്പോൾ റൺ ചെയ്തിട്ടിൻ്റെ ലോഗും ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എല്ലാം ഇതിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കമ്പോസ് YAML. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വർക്കാവുന്ന വരെ. ഫൈനലി നമ്മുടെ ഡോക്കർ കമ്പോസ് ഫയൽ അപ്പായിട്ടുണ്ട്. അതായത് ഒരു ഇമേജ് അവർ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആപ്പ് ഇപ്പോൾ ഇവിടെ റണ്ണിങ്ങിലുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് റൺ ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ഡോക്കർ കമ്പോസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് സാധാരണ പോലെ റൺ ചെയ്താൽ പോരെയെന്ന് മതി. പക്ഷേ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സർവീസ് വരുമ്പോൾ നമ്മളിപ്പോൾ ബാക്ക് എൻഡ് ഇവിടെ കൊടുത്ത് ഇപ്പോൾ പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ ബാക്ക് എൻഡ് കൊടുത്ത പോലെ ഇവിടെ ഫ്രണ്ട് എൻഡ് കൊടുത്തിട്ട് അതിൻ്റെ ബിൽഡ് ഫോൾഡർ കറക്റ്റ് കൊടുത്ത് പോർട്സും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും മറ്റേ ടൈം റൺ ചെയ്യാൻ പറ്റും. ഇതാണ് കമ്പോസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു യൂസേജ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് ഡിറ്റാച്ച് മോഡൽ റൺ ചെയ്യണം. ഡിറ്റാച്ച് മോഡൽ നേരത്തെ ഇന്നലെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണം. സോ അതിനൊരു കമാൻഡ് ഉണ്ട്, ഡോക്കർ കമ്പോസ് അപ്പ് -t എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിറ്റാച്ച് മോഡൽ റൺ ആവും. ഓക്കെ, ഇത് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആയിക്കോളും, സീനൊന്നുമില്ല. ഓക്കെ, സോ ഇത് റൺ ചെയ്തത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡോക്കർ കമ്പോസ് ഡൗൺ എന്നുള്ള ഒരു കമാൻഡ് ഉണ്ട്. ജസ്റ്റ് അത് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റൺ ചെയ്ത സംഭവം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നതാണെങ്കിലും എങ്ങനെ റൺ ചെയ്തെങ്കിലും സംഭവം സ്റ്റോപ്പ് ആവുന്നതാണ്. ഓക്കെ, സ്റ്റോപ്പിംഗ് ഇവിടെ കാണുന്നുണ്ട്, റിമൂവ് ആവും, സ്റ്റോപ്പും ആവും. ഓക്കെ, രണ്ടും അറ്റ് എ ടൈം ചെയ്യും. ഓക്കെ, സോ ഇനി അടുത്ത ഡോക്കർ കമ്പോസ് PS. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട്ലി പ്രസൻ്റ്ലി ഇപ്പോൾ ഉള്ള ഏതൊക്കെ ആക്റ്റീവ് ആണെന്നുള്ളത് കാണിക്കുന്നതാണ്. ഈ ഒരു ഡോക്കർ കമ്പോസ് വെച്ച് ആക്റ്റീവ് ആയിട്ടുള്ളത് കാണിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഓൾറെഡി റിമൂവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒന്നും കാണില്ല. ഓക്കെ, പിന്നെ പുതിയ ടെർമിനൽ എടുക്കാം. പിന്നെ ഒരു കമാൻഡും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്, ഡോക്കർ കമ്പോസ് ലോഗ്സ്. മറ്റേതിൽ കൊടുത്ത പോലെ തന്നെ ഇതിൽ ഡയറക്റ്റ് ഇങ്ങനെ ഡോക്കർ കമ്പോസ് ലോഗ്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലോഗ് റണ്ണിങ്ങിലുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഒന്നും റണ്ണിങ്ങിലില്ല, അതുകൊണ്ട് ഒന്നും കാണാത്തത്. ഒന്ന് റൺ ചെയ്തിട്ട് ജസ്റ്റ് ഡോക്കർ കമ്പോസ് ലോഗ് അടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ Index.jsൽ കൊടുത്തതെല്ലാം പ്രിന്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇനി നമ്മൾ Day 5 ടാസ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇനി നിങ്ങൾ പഠിച്ച ഈ ഒരു പ്രൊജക്റ്റ് ഡോക്കർ കമ്പോസ് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാം, കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, എന്നിട്ട് ഗിറ്റബിലേക്ക് ഡിപ്ലോയ് ചെയ്യുക. പിന്നെ ഈ ഒരു ലെസണിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ലീവ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.